വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പറയുന്നത് നമ്മുടെ പച്ചക്കറിക്കൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കീടനാശിനിയും ഒരു വളത്തെക്കുറിച്ചുമാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും നമ്മൾ തടിയൊക്കെ തീയിട്ട് കഴിയുമ്പോൾ കിട്ടുന്ന ചാമ്പൽ, സാധാരണ കരിയില തീയിട്ട ചാമ്പൽ എടുക്കരുത്. തടിയൊക്കെ നമ്മൾ തീയിട്ട് കിട്ടുന്ന ചാമ്പൽ എടുത്തിട്ട് അതൊരു മാസത്തിൽ ഒരു പ്രാവശ്യം മതി നമ്മൾ ചെടിയുടെ മൂട് ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. മൂട് ഇളക്കി കൊടുത്തതിന് ശേഷം അമിതമായിട്ട് ഇലകൾ മഞ്ഞ കളറിലും പഴുത്ത് വീഴുകയും ചെയ്യുന്ന തക്കാളി അല്ലെങ്കിൽ അങ്ങനെ പോലുള്ള ചെടികളുണ്ട്. പെട്ടെന്ന് ഇലകൾ അതിന് അയണിൻ്റെ കുറവ് കൊണ്ടാണ് വരുന്നത്. അപ്പോൾ പൊട്ടാഷ്യം അടങ്ങിയതാണ് ചാമ്പലെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുറേശ്ശെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്കൊരു പിടിയെടുത്ത് വലിയ ചട്ടിയാണെങ്കിൽ മണ്ണിളക്കി ഇട്ട് കൊടുക്കുക. കൂടാതെ തന്നെ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ആമ്പലിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അരിച്ചെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇലകളിൽ ഒരു 15 ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഒരു ജൈവ കീടനാശിനിയാണ് നമ്മൾ പറയുന്നത്. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. പ്രത്യേകിച്ച് ചാമ്പലാകുമ്പോൾ നമ്മൾ പുളിപ്പിക്കുകയൊന്നും വേണ്ട, നല്ല ഗുണം കിട്ടും. ചാമ്പൽ മൂടിൽ വീണാലും ഗുണം തന്നെയാണ് ചെടിക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യുക. ഉണക്കക്കരിയിലയുടെ ചാമ്പൽ എടുക്കേണ്ട, നമുക്ക് വേണ്ടത് തടിയും മറ്റ് നമ്മൾ വിറകടുപ്പിൽ തീയിട്ട് കഴിയുമ്പോൾ വരുന്ന ചാമ്പലാണ് ഇതിൽ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള ചാമ്പൽ എടുക്കാൻ ശ്രമിക്കുക. ആ ചാമ്പൽ എടുത്ത് നമ്മൾ ഇതുപോലെ ഉപയോഗിച്ച് ഒരു മാസത്തിലൊരിക്കൽ ഉപയോഗിച്ചാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.